2016 തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കെ മുരളീധരനാണ്. അന്ന് കെ മുരളീധരന് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ലഭിച്ചതായി ഇന്ന് മുരളീധരൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ വെൽഫെയർ പാർട്ടിയുടെ ഒരു പിന്തുണയോടെ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടെയാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ വിജയിച്ചു വരുന്നതെന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ പറയുന്നു, കാലങ്ങളായി ജമാഅത്ത് ഇസ്ലാമി പിന്തുണയ്ക്കുന്നത് CPM-നെയാണ്, കോൺഗ്രസ് നേതാക്കൾക്ക് അങ്ങനെയൊന്നും പിന്തുണ കിട്ടാറില്ല എന്ന് പറഞ്ഞാൽ കെ മുരളീധരനെ തള്ളുന്നു. നമ്മൾ എങ്ങനെ ഇതിനൊന്ന് മനസ്സിലാക്കുന്നത്? അല്ല, ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള വൈരുദ്ധ്യത്തിൻ്റെ പ്രകടനം മാത്രമായിട്ട് എനിക്ക് കാണുന്നുള്ളൂ. കാരണം വെച്ചാൽ ഈ കുറച്ച് നാളുകളായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം CPM ശക്തമായിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും SDPIക്കെതിരെയും അതേപോലെ വെൽഫെയർ പാർട്ടിക്കുമെതിരെയാണ്. മാത്രമല്ല ഇവരെല്ലാം ഇപ്പോൾ UDF-നെ സഹായിക്കുന്നു എന്നതായിരുന്നു CPM-ൻ്റെ പ്രചരണം. ആ പ്രചരണത്തെ അങ്ങനെ തുറന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് എതിർക്കാറില്ല. ഉദാഹരണത്തിന് പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയൊക്കെ സഹായം തേടി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അവർക്ക് സഹായം മറ്റൊരു വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ തർക്കത്തിന് പ്രസക്തിയില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയും SDPIയും വെൽഫെയർ പാർട്ടിയും UDF-ന് പിന്തുണക്കാൻ തീരുമാനിച്ചു. UDF ആ പിന്തുണ ആവശ്യപ്പെട്ടില്ല എന്നുള്ളത് വളരെ അപ്രസക്തമായ കാര്യം. അതിന് അവർ കണ്ടെത്തുന്ന കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ അവരും അതേപോലെ CPM തമ്മിൽ വളരെ ശത്രുതാപരമായിട്ടുള്ള നിലപാടിലാണ്. ശത്രുതായ നിലപാടെന്ന് പറഞ്ഞാൽ CPM അതിശക്തമായിട്ട് ഇവരെ എതിർക്കുന്നു, ഇവർ വർഗീയ തീവ്രവാദികളാണ് എന്ന നിലക്ക് തന്നെയാണ് CPM നിലപാടെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ട പ്രസ്താവന എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ചിലയിടങ്ങളിൽ CPM പാർലമെൻറ്റിലേക്ക് ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും സഹായത്താലാണ് എന്ന് അവരുടെ നേതാക്കൾ പ്രസ്താവിക്കാനൊക്കെ. അല്ല, പ്രസ്താവിക്കുക മാത്രമല്ല, ഈ മത്സരിച്ച ആൾ MP ആയവരൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിലിരിക്കുന്ന ചിത്രങ്ങൾ ചെയ്താണ് അവർ പറഞ്ഞത്. തീർച്ചയായിട്ടും യെച്ചൂരിയുടെ വരെ ചിത്രങ്ങൾ അല്ല, യെച്ചൂരിയുടെ വരെ സ്മരണാഞ്ജലി നടക്കുന്ന സമയത്ത് അവിടെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ഹാജരായി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പടമൊക്കെ അവർ പത്രത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പത്രങ്ങളുടെ മുന്നിൽ അവർ വെക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിയാണ്. കേരളത്തിലും അതേപോലെ തന്നെ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലും CPM എടുക്കുന്ന നിലപാട് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ്. കാരണം കേരളത്തിൽ മാത്രമാണ് അവർ കോൺഗ്രസിനെതിരെയും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നത്. പുറത്ത് അങ്ങനെയല്ല. അതിന് കാരണമുണ്ട്. പുറത്ത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് അവർ. ഇന്ത്യ സഖ്യത്തിൽപ്പെട്ടവരാണ് വെൽഫെയർ പാർട്ടിയും അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും എല്ലാവരും. ഇപ്പോൾ രാജസ്ഥാനിലൊക്കെ അവർ ജയിക്കുന്ന സമയത്ത് ഇവരുടെ എല്ലാവരുടെ വോട്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് മുരളീധരൻ്റെ പ്രസ്താവന ശരിയാണ്. കാരണം ദേശീയ തലത്തിൽ ഉള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും അതേപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ വോട്ട് കോൺഗ്രസ് നേടുന്നത്. കാരണം അത് ദേശീയ നയത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇവിടെ സതീശൻ പറയുന്നത് അങ്ങനെ ഇല്ല എന്നാണ്. സതീശൻ പറയുന്നതിലൊരു കഥയില്ല. സതീശൻ പറയുന്ന ഒരു കാര്യം ശരിയാണ്. നേരത്തെ CPM-ന് ഇവർ വോട്ട് ചെയ്തിരുന്നുള്ള കാര്യം, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് CPM-ന് നേരത്തെ കിട്ടിയിരുന്നുള്ളത്, അത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ ആ വോട്ട് കിട്ടുന്നത് UDF-നാണ് കേരളത്തിൽ. അതേപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ആ വോട്ട് UDF അടങ്ങിയ അല്ലെങ്കിൽ കോൺഗ്രസ് അടങ്ങിയ ഇന്ത്യ സഖ്യത്തിനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലൈൻ എന്താണ്? ലൈൻ എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി BJP-ക്കെതിരാണ്. അത് വർഗീയമായിട്ടുള്ള എതിർപ്പ് അതിൻ്റെ അകത്തുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പും ഉണ്ടാകാം. കാരണം വർഗീയമായിട്ടുള്ള എതിർപ്പ് എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിമാണ്. മുസ്ലിങ്ങൾക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള നിലപാട് പലയിടങ്ങളിലും RSS എടുക്കുന്നുണ്ട്. ചില സ്ഥലത്തൊക്കെ അത് വർഗീയ സംഘർഷത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ BJP പലയിടങ്ങളിലും അവരുടെ നിലപാട്, ആ നിലപാടെന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരാണ്. അത് ആൾ ഇന്ത്യ തലത്തിൽ ഒറ്റ നിലപാടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മേഖലയിലും BJP-യുടെ ഒരു നിലപാട് അതാണ് എങ്കിൽ അതിന് നേരെ എതിരായിട്ടുള്ള നിലപാട് ജമാഅത്തെ ഇസ്ലാമിയുടെ. ഇപ്പോൾ മുരളീധരൻ പറയുന്ന വട്ടിയൂർക്കാവിൽ മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന് പിന്തുണ ലഭിച്ച കാര്യമാണ്, ശരിയായിരിക്കും. കാരണം അവിടെ അന്ന് കുമ്മനം ജയശാരനായിരുന്നു അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത്. ഇപ്പോൾ കുമ്മനപ്പുറത്ത് വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി മറ്റൊന്നിനെക്കുറിച്ച് ആലോചിക്കില്ല. കുമ്മനത്തിനെതിരെ ആര് നിൽക്കുന്നു അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു അവരുടെ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെയും അതേപോലെ വർഗീയ തീരുമാനത്തിൻ്റെയൊക്കെ ഭാഗമാണ്.
പക്ഷേ എത്രയോ കാലമായി CPM മത്സരിക്കുമ്പോഴൊക്കെ ജമാഅത്ത് ഇസ്ലാമി പറയും ഞങ്ങൾ CPM അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്, CPM സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് വീടുകളിൽ പോലും പോയി വോട്ട് അഭ്യർത്ഥിച്ച ഒരു ചരിത്രമൊക്കെ ജമാഅത്ത് ഇസ്ലാമിക്കുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടെ നിന്നവരുമാണ്. അപ്പോൾ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ട, ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് മുസ്ലിം രാഷ്ട്രം രൂപീകരിക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ശക്തമായിട്ട് അങ്ങ് എതിർക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ശക്തമായി എതിർക്കാനുള്ള കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം പ്രീണനം നടത്തിയ CPM വലിയ തിരിച്ചടി കിട്ടി. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഹിന്ദു വോട്ടുകൾ മുഴുവൻ ഒഴുകി പോകുന്നത് ഈ ന്യൂനപക്ഷ പ്രീണനം കൊണ്ടാണ്. അതുകൊണ്ട് ആ ഹിന്ദുത്വയെ തിരിച്ചു പിടിക്കാൻ കുറച്ച് മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് SDP വർഗീയ പാർട്ടിയാണെന്ന് പറയുന്നത്, ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് തീവ്രവാദ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയാണെന്ന് പറഞ്ഞു. ശക്തമായ നിലപാട് MV ഗോവിന്ദനിലൂടെ, പിണറായി വിജയനിലൂടെ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക നേതാക്കളുടെയും പുറത്തേക്ക് വമ്പിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നത്, KM മുരളീധരൻ പറയുന്നത് ശരിയാണ്, നമുക്ക് ജമാഅത്ത് ഇസ്ലാമി കുറച്ച് സപ്പോർട്ടൊക്കെ തന്നു. അപ്പോൾ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവർ രൂപീകരിച്ചെങ്കിലും ചില സ്ഥലങ്ങളിൽ അർഹമായ പിന്തുണ കോൺഗ്രസിനും ചില സ്ഥലങ്ങളിൽ CPM കൊടുത്തു എന്നല്ലേ. ആ കാര്യം ഇവിടെ കെ മുരളീധരൻ തുറന്നു പറയുമ്പോൾ VD സതീശൻ എന്തിനാണ് പേടിച്ചു പോയി തിരുത്തുന്നത്? അതിൻ്റെ പൊളിറ്റിക്സ് ഇതാണല്ലോ. VD സതീശൻ ഈ മുസ്ലിം തീവ്രവാദത്തെ എതിർക്കുന്ന ഒരാളാണ് എന്ന് ഉള്ള ഒരു ഇമേജ് VD സതീശന് നിർമ്മിക്കേണ്ട ഒരു ആവശ്യമാണ്. CPM നിർമ്മിക്കേണ്ടതുപോലെ തന്നെ CPM ഇപ്പോൾ കേരളത്തിൽ അത്തരത്തിലൊരു ഇമേജ് നിർമ്മിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അതിശക്തമായിട്ട് SDPIക്കെതിരെയും അതുപോലെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയും നിലപാടെടുത്തിരിക്കുന്നത്. നേരത്തെ അവരുടെ വോട്ടൊക്കെ അവർ വാങ്ങിച്ചിരുന്നുള്ള ശരിയുള്ള കാര്യം. പക്ഷേ ഇപ്പം എന്തായാലും ഇല്ല. ഇപ്പം ഞങ്ങളിതിനെതിരാണ്. കാരണം ഈ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയം അതൊരു ട്രാൻസിഷൻ പീരീഡിലാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം പൊളിറ്റിക്കൽ എത്തിക്സ് എന്ന് പറയുന്നത്, രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത് കേരളത്തിൽ ഏതാണ്ട് നഷ്ടപ്പെട്ട അവസ്ഥയായി. ഇപ്പോൾ നമുക്ക് തന്നെ ഒരു ചാനലിലേക്ക് വരുന്ന ഡിസ്കഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക നിലപാട് നമുക്ക് എടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഇത് അഴകുഴമ്പനായി കിടക്കുകയാണ്. അവരെന്ത് നിലപാടാണ് എടുക്കുന്നത് എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നതായിട്ടുള്ള അഭിപ്രായം പോലും അപ്രസക്തമായി തീരുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ ഭൂമിക മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറി. പ്രത്യയശാസ്ത്രപരമായ നിലപാടുകൾ അല്ല പൊതുവെ എല്ലാവരും എടുക്കുന്നത്, പകരം മതപരമായിട്ടുള്ള നിലപാട്. എന്നുവെച്ചാൽ രാഷ്ട്രീയത്തെ മതം വിഴുങ്ങിയ ഒരു കാലാവസ്ഥയിലാണ് ഈ സാധനങ്ങൾക്കൊക്കെ വളരെ പ്രസക്തികൾ. സതീശൻ അവിടെ ഒരു ഐഡിയോളജിക്കൽ പെർസ്പെക്റ്റീവ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയായിട്ടൊരു ബന്ധമില്ല, അവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, വോട്ട് വേണ്ട എന്നിവർ പറയാറില്ല, പക്ഷേ വോട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയാമായിരിക്കും. ആ നിലപാട് അദ്ദേഹം എടുക്കുന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. പക്ഷേ മുരളീധരൻ പറയുന്നതാണ് പ്രാക്ടിക്കലായിട്ടുള്ള ശരി. അങ്ങനെയാണ് പ്രായോഗികമായിട്ടുള്ള രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്. സൗകര്യമുള്ളിടത്തുനിന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിക്കും, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങിക്കും, കിട്ടാത്തടത്ത് വേണ്ട. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു ഈസി വാക്കോവർ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും 2 തവണ LDF വന്നുകൊണ്ട് ജനങ്ങൾ അവരെ വെറുക്കുമെന്നും കോൺഗ്രസ് ജയിക്കുന്നു. അങ്ങനെ കോൺഗ്രസ് ജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിലവിൽ ജനങ്ങളും ചില കോൺഗ്രസ് നേതാക്കളും പ്രതീക്ഷിക്കുന്നത് ഒന്ന് രമേശ് ചെന്നിത്തലയുടെ പേരാണ്, ഒന്ന് VD സതീശൻ്റെയാണ്, മൂന്നാമത് പേര് K മുരളീധരൻ്റെയാണ്. അപ്പോൾ K മുരളീധരൻ KPCC അധ്യക്ഷനായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു കമാൻഡിങ് പവർ പിന്നീട് വന്ന ഒരു KPCC പ്രസിഡന്റിലും നമ്മൾ കണ്ടിട്ടില്ല. അപ്പം K മുരളീധരൻ എന്നായാലും അദ്ദേഹം പ്രസംഗിച്ചാൽ പോലും വലിയ തോതിൽ ആൾക്കൂട്ടത്തേക്ക് ആകർഷിക്കാൻ കഴിയും. ഇപ്പോൾ ഈ K മുരളീധരൻ ഇത്തരം തുറന്നു പറയുമ്പോൾ VD സതീശൻ അദ്ദേഹത്തെ വെട്ടുകയാണ്. രമേശ് ചെന്നിത്തലയ്ക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. SNDPയുടെ നേതാവും NSSൻ്റെ നേതാവും ഒക്കെ ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ K മുരളീധരനെ തള്ളി ഇവർ പുറത്തേക്ക് കളയുകയും മുരളീധരൻ BJPയിലേക്ക് വരികയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുമോ? അല്ല, BJPയിലേക്ക് മുരളീധരൻ പോകേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞു പൊളിറ്റിക്കലായിട്ട് നമ്മളിപ്പോൾ എന്തിനാ, രാഷ്ട്രീയമല്ല പ്രശ്നം. അധികാരത്തിൻ്റെ ഒരു ക്രമത്തിലാണെങ്കിൽ പോലും BJPയിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത കുറേ കാലത്തേക്കും കൂടി കോൺഗ്രസിനകത്ത് നിൽക്കുന്നത് തന്നെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മളെക്കാൾ നന്നായിട്ട് തിരിച്ചറിയുന്ന ഒരാളാണ് മുരളീധരൻ. കാരണം മുരളീധരന് പല തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരാളാണ്. DIC ഉണ്ടാക്കി, വളരെ വിമത പ്രവർത്തനം നടത്തി, പലതരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാഞ്ചാടി ഒക്കെ ഇത് കഴിഞ്ഞ എല്ലാ അനുഭവങ്ങളുമുള്ള ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് കളിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടതെന്ന് മറ്റുള്ള ആളുകൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം. അപ്പോൾ എന്താണ് നമ്മുടെ പൊളിറ്റിക്കൽ പോസിബിലിറ്റി വരാൻ പോകുന്ന വർഷങ്ങളിൽ എന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അത് നോക്കിയാണ് അദ്ദേഹം കോൺഗ്രസിനകത്ത് നിൽക്കുക മാത്രമല്ല ചെയ്യുന്നത്, കോൺഗ്രസിനകത്ത് നിന്നിട്ട് കോൺഗ്രസുമായി ബന്ധം പുലർത്തേണ്ടതായിട്ടുള്ള കക്ഷികൾ ആരൊക്കെയാണ് അവരുമായിട്ട് കൂടുതൽ സൗഹൃദത്തിലെത്താനായിട്ടുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നു. അതിന് അദ്ദേഹത്തിന് വിശ്വാസ്യത കൂടുതലാണ്. കാരണം അതൊരു പ്രായോഗിക രാഷ്ട്രീയമാണ്.
പൊളിറ്റിക്കൽ ഗെയിം. ആ പൊളിറ്റിക്കൽ ഗെയിമിൽ പ്രായോഗികതയാണ്, പ്രാക്ടിക്കൽ സൈഡിനാണ്, പ്രാക്സിക്കാണ് കൂടുതൽ പ്രാധാന്യം അവിടെ. വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ ഐഡിയോളജിക്കലായിട്ട് ഒരു പെർസ്പെക്റ്റീവ് നെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ്. അതിൻ്റെ കോൺഗ്രസ്സിലെ ഒരു സെക്യുലർ മുഖമാണ് തൻ്റേത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമം നടത്തുന്നത്. അതുകൊണ്ടാണ് SDP ആയിട്ടോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയായിട്ടോ UDF യാതൊരു ബന്ധമില്ല എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ വോട്ടും അവരുടെ ബന്ധമൊക്കെ ഉണ്ടെന്നുള്ളതല്ലേ എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ഐഡിയോളജിക്കൽ പെർസ്പെക്റ്റീവിൽ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നു, മറ്റേ വളരെ കൃത്യമായിട്ട് പ്രായോഗിക രാഷ്ട്രീയം, പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാക്സിയാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. അപ്പോൾ നമുക്കിതിൽ പ്രവചനം നടത്താൻ പറ്റില്ല കോൺഗ്രസിൻ്റെ സ്വഭാവത്തിൻ്റെ പേരിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ. കാരണം ഒരുപാട് ആളുകളിങ്ങനെ ഈ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടാണ് ഇപ്പോൾ അതിനകത്ത് കഴിഞ്ഞു പിടിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും CPM തോക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. അപ്പോൾ പിന്നെ ജയിക്കാൻ സാധ്യതയുള്ള UDF ആണ്. അങ്ങനെ വരുമ്പോൾ ആ UDFൻ്റെ നേതൃനിരയിലേക്ക് കടന്നുകൂടാനും മുഖ്യമന്ത്രിയാകാനും ശ്രമിക്കുക എന്നുള്ളത് ഇവർക്ക് കരണീയമായ ഏക കാര്യം അത് തന്നെയാണ്. ഇത് അടിമൂത്ത് കഴിഞ്ഞാൽ പക്ഷേ ഇവർക്ക് വീണ്ടും എന്ത് സംഭവിക്കും? ചുണ്ടിനും കപ്പിനും ഇടയിൽ വെച്ച് ഇവരുടെ അധികാരം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതൊക്കെ പൊതുസമൂഹം എന്തായാലും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു പൊളിറ്റിക്കൽ സൈഡ് എന്ന് പറയുന്നത് അത് ജമാഅത്തെ ഇസ്ലാമി മതവർഗീയത പുലർത്തുന്ന ഒരു പാർട്ടിയാണ് എങ്കിൽ ഇവർ എല്ലാവരും അതിനെ എതിർക്കുകയും മാറ്റി നിർത്തുകയാണ് ചെയ്യേണ്ടത്. അതല്ലാണ്ട് തങ്ങൾക്ക് ആവശ്യമുള്ള സൗകര്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമാണ് അവർ എന്നൊരിക്കലും കരുതിയിട്ട് കാര്യമില്ല. കാരണം അവരുടെ വോട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ തീരുമാനിക്കുന്നവർക്ക് മാത്രമേ ചെയ്യുള്ളൂ. അതൊരു കേഡർ സ്വഭാവമുള്ള മുസ്ലിം സംഘടനയാണ്. സ്വാഭാവികമായിട്ടും അവരുടെ തീരുമാനം എന്ന് പറയുന്നത് വളരെ ശക്തവുമായിരിക്കും. അതിനിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളൊക്കെ അവരുടെ യൂണിറ്റുകൾ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ആരോപണ പ്രത്യാരോപണമൊക്കെ വരും ദിവസങ്ങൾ കൂടുതൽ ചർച്ചയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. അല്ല, ഇതിൻ്റെ ഒരു പൊളിറ്റിക്സിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കണം നമുക്ക് കാത്തിരുന്നതിനെ കാണാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.